അല്ല, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാമെന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം കാണിച്ച ആ മാന്യതയും എല്ലാ വിധത്തിലും അദ്ദേഹത്തിന് കാണിച്ച ഒരു ശക്തമായി നിന്നിട്ട് ധൈര്യത്തോടെ ഈ വിപക്ഷത്തിനെ, ഈ പ്രതിപക്ഷത്തിനെ നയിക്കാനും ഈ രാജ്യത്തിൻ്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ട് ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇതേപോലെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം എന്തൊക്കെയോ പ്രഷേഴ്സ് അനുഭവിച്ചിട്ടുണ്ട്. പാർലമെന്റ് ഒരു തവണ എക്സ്പെല്ലും കൂടിയായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു വിധത്തിലും ഭയം കാണിച്ചിട്ടില്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾക്ക് അംഗീകരിക്കണ്ടേ? അതിനാണ് ഞാനും കോൺഗ്രസ്സിന് പലരും വന്നിരിക്കും. ചിലവർ ഭയങ്കര ദൂരത്തുനിന്ന് ഒരു 2 മിനിറ്റ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ട് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പലർക്കും ഒരു തോന്നലുണ്ട്, നമ്മൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി വരാൻ പോകുന്ന 3-4 വർഷത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. കേരളത്തിൽ നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഭരണം കിട്ടിയത്. അടുത്ത വർഷം പഞ്ചാബ് വരുന്നുണ്ട്, ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഹിമാചൽ വരുന്നുണ്ട്. ഇതെല്ലാറ്റിലും വിജയ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നേതൃത്വത്തിന് കൈപിടിച്ചിട്ടൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ രാജ്യത്തിൻ്റെ കഥ, അതാണ് കാണേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കാണിച്ച ആ ഡിറ്റർമിനേഷൻ, ഒരു വിധത്തിലും മാറാത്ത ഒരു റെസൊല്യൂട്ട് അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ. അത് നമ്മൾക്ക് നല്ല ഗുണം ചെയ്യും. മലയാളം ഖത്തം होने दीजिए. ദുർഘടമായിട്ടുള്ള ദിവസങ്ങളാണ്. ഓരോ പാർട്ടികളിലായി പിളർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അല്ല, അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചിന്ത തരുന്നുണ്ടെന്ന് ഒരു സംശയമില്ല. പക്ഷേ അവസാനത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്നവരെയല്ലേ നമുക്ക് കാണേണ്ടത്. നമ്മൾ എല്ലാ പാർട്ടിയിലും ചിലവർ എന്താ കാരണം കൂടി പറയാൻ സാധിക്കില്ല. പണമാണോ, വേറെ വല്ലതുമാണോ, ഭയമാണോ? പക്ഷേ എല്ലാ പാർട്ടിയിലും ആൾക്കാരെ അവർ കൊണ്ടുപോയാൽ കൂടി അവസാനത്തിൽ നമ്മുടെ രാജ്യത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉണ്ട്, കോടതികളുണ്ട്. നമ്മൾക്കിതിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പൂർണ്ണ അവകാശവുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവർ അത്ര എളുപ്പമായിട്ട് അവർ ആവശ്യമുള്ള 2/3 മെജോറിറ്റി കിട്ടാനുള്ള സാധ്യത ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഡീലിമിറ്റേഷൻ്റെ വിഷയത്തിൽ എനിക്കറിയാം അവർക്ക് എങ്ങനെയാണ് ഒരു പരാജയം സഹിക്കാമെന്ന് അറിയാതെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കൽ തോൽവിയുണ്ടായി 2-3 മാസത്തിനകത്ത് തന്നെ തിരിക്കണം എന്നാണ് അവർ വിശ്വാസം. പക്ഷെ അത് പോരാലോ, നമുക്ക് അറിയേണ്ട ഈ രാജ്യത്തിൽ പല വിഷയങ്ങളുണ്ട്. ഞാനും പറഞ്ഞു, ഡീലിമിറ്റേഷൻ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെങ്കിലും അതിൻ്റെ രീതി നമ്മൾ ചർച്ച ചെയ്യണം. ഒരു ചർച്ചയില്ലാതെ, മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം അറിയാതെ, ജനങ്ങളോട് കോൺസൾട്ടേഷൻ ചെയ്യാതെ എല്ലാ വിഷയങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഞാൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഉണ്ടാവണം, ആ ഒരേ വോട്ട് എല്ലാ വോട്ടിനും ഒരേ വിലയുണ്ടാവണം. ആ ലോജിക്കിന് ഞാൻ അംഗീകാരമുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിൽ, ഇത്ര വലിയ രാജ്യത്തിൽ നമുക്ക് ഒരു സംസ്ഥാനത്തിന് ഒരു ഈക്വൽ വിലയുണ്ടാവണമെന്ന് കൂടി തോന്നണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ അത്യാവശ്യമായ ഒരു സ്ഥിതിയിൽ ഞാൻ പറയുന്നു, നമ്മൾക്കൊരു കുറച്ചും കൂടി ഒരു ചർച്ച ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസും മനസ്സിലാക്കിയിട്ട് എന്താ രാജ്യസഭയെ കുറച്ചും കൂടി ഈക്വാലിറ്റി കൊണ്ടുവരണോ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തിലും ഒരു മിനിമം നമ്പർ ഓഫ് MPs വേണോ, ഒരു മാക്സിമം നമ്പർ MPs വേണോ, യൂറോപ്യൻ യൂണിയനിൽ ചെയ്യണ പോലെ. നമ്മളുടെ 850 ഇരിക്കുന്നവർ അർത്ഥമുണ്ട്. അമേരിക്കയിൽ 435 1929 അവർ ഫ്രീസ് ചെയ്ത ലിമിറ്റാണ് ഇപ്പോഴും നടക്കുന്നത്. ആ 435 ശേഷം 3 ഇരട്ടി പോപ്പുലേഷൻ കൂടിയിട്ട് അമേരിക്കയിൽ. ആരും പറയുന്നില്ല ഞങ്ങൾക്ക് 800 MP വേണം. കാരണം 800 MPയുടെ പാർലമെൻറ്റ് നടക്കില്ല, സംസാരിക്കാൻ സാധിക്കില്ല, ചർച്ച നടക്കില്ല. വെറും നമ്മൾ ചൈനയിൽ കാണുന്ന പോലെ ഗ്രേറ്റ് ലീഡർ വരും, നമ്മുടെ ഡെസ്ക് അടിക്കും, എന്നിട്ട് അധികം പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ജനാധിപത്യം ആർക്കും ഗുണം ചെയ്യില്ല. അപ്പം ഞാൻ പറയുന്നത്, ചർച്ച ചെയ്യൂ. MLA-മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് അഥവാ UP ഇവിടെ 120 MP വെക്കുന്ന പകരം അവർക്ക് അവിടെ നല്ലപോലെ ഒരു 500 MLA-മാർ വെച്ചാൽ അവർക്ക് സാധാരണ ജനങ്ങളെ കാണാനും അവർ ഓരോരോ ദിനത്തിൻ്റെ ആവശ്യങ്ങൾ അവർ ഉത്തരവാദിത്തമാവട്ടെ. ഇത് MP-മാരെല്ലാം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ തന്നെ സമ്മതിച്ചു. ഒരു എന്താ പറയുക, 20 ലക്ഷം ആൾക്കാരുടെ ഒരു കൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾക്ക് എല്ലാവരെയും കാണാനും കൂടി സാധ്യമില്ല. എല്ലാവരും വിഷയങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുക, ആ ലോജിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഈ പാർലമെൻറ്റേ വെക്കേണ്ടി വരും. കാരണം ആരും ഇതിലൊന്നും സംസാരിക്കാനോ പങ്കെടുക്കാൻ സാധിക്കില്ല, ചർച്ചയുണ്ടാവില്ല, തീരുമാനം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു നല്ലൊരു ചർച്ച കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ബുദ്ധി നിറഞ്ഞൊരു തീരുമാനം എടുക്കണം. ഇനി പെട്ടെന്ന് 50% കൂടി പോയിട്ട് വലിയ കാര്യമില്ല. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഹെഡ്ലൈൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല ബഡ്ജറ്റ് തോന്നുന്നു, പക്ഷേ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് പറയാം. ഞാൻ മുഖ്യമന്ത്രിയോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോടും ചർച്ച ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ നല്ലവണ്ണം അംഗീകരിക്കുന്ന പല കാര്യങ്ങൾ ഹെഡ്ലൈൻ കണ്ട ശേഷം ഞാൻ പറയട്ടെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പൂർണ്ണമായി കാണട്ടെ, ഈ ചർച്ചയും നടക്കുമല്ലോ, പ്രതിപക്ഷത്തിന് അത് പറയാനുണ്ടാവുമല്ലോ. നമ്മളെല്ലാം കേട്ടിട്ട് നമ്മൾ പിന്നെ ചെയ്യാം. നിങ്ങൾക്കൊരു പക്ഷെ മറന്നതാണ്, അത് CPM-നെ ചിലവർ കുറ്റം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, ഈ വിഷയത്തിൽ ഞാൻ സർക്കാരിനെ കുറ്റം പറയില്ല. കാരണം ആ പണം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾക്ക് ആവശ്യമുണ്ട്.
മനസ്സിലായില്ലേ? നമ്മളുടെ സ്കൂളുകളുടെ സ്ഥിതി, ഗവൺമെൻറ് സ്കൂളുകളുടെ സ്ഥിതി മഹാമോശമാണ്. നമ്മൾക്ക് പിന്നെ റൂഫിൽ ലീക്ക് ചെയ്യുന്നൊരു സ്ഥിതി എത്തിക്കഴിഞ്ഞു. ചില സ്കൂൾ റൂമിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും. ആ സ്ഥിതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം ഉപേക്ഷിക്കുന്നത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. അതന്നെ നമ്മളുടെ UDF സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കറിക്കുലം ഞങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങൾ ഞങ്ങളോട് പറയില്ല എന്താ പഠിപ്പിക്കേണ്ടത് കുട്ടികളോട്. പക്ഷെ നിങ്ങളുടെ സഹായത്തിലൂടെ നമ്മുടെ സ്കൂൾസിനെ മെച്ചപ്പെടുത്താം. അതിലൊരു കുഴപ്പം കാണുന്നില്ല. അതാണ് എൻ്റെ സ്റ്റാൻഡ്. അതിൽ ഒരു മാറ്റമില്ല. ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞതിന് ഇപ്പോഴും പറയുന്നു. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്നുള്ള വ്യത്യസ്തമായിരിക്കും. അല്ലല്ല, PM ശ്രീ നമ്മളുടെ ഇന്ത്യയിൽ എൻ്റെ ഓർമ്മ പ്രകാരം കേരളവും തമിഴ്നാടും മാത്രമേ അതിനെ എടുക്കാതിരുന്നു. എല്ലാവിടെയും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ മമതാ ബാനർജിയുടെ ബംഗാളിലും ഉണ്ടാവില്ലായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എല്ലാവിടെയും നടക്കുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര പൈസ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടാക്സ് കൊടുക്കേണ്ട പൈസയല്ലേ? നമ്മൾക്ക് അതിനൊരു അവകാശമില്ലേ നമ്മുടെ നാട്ടുകാർക്ക്? എന്തുകൊണ്ടാണ് നമ്മൾ ഐഡിയോളജിയിൽ നിന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് പണം കൊടുക്കാതിരിക്കണം, അവരുടെ സ്കൂൾ റൂമിനും അവരുടെ ഫെസിലിറ്റീസിനും അവരുടെ സ്കൂളുകളെയും ഈ മോശസ്ഥിതിയിൽ വിടുന്നത്? അതിലൊരു അർത്ഥമില്ല. PM ശ്രീ ചെയ്തത് നല്ലത് തന്നെയാണ്. ഞാൻ തപ്പുന്നു.